السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ 102 വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത്. അതിന് മുൻപായി ഇന്നലെ 101 വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് പ്രസ്തുത വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. Likewise, every time Allah shall send his messenger. അതേ വിധത്തിൽ എപ്പോഴും അല്ലാഹു തആല അവൻ്റെ ദൂതനെ നിയോഗിക്കുന്നതാണ്. ഏതേത് സമയത്ത് ആവശ്യമുണ്ടോ ആ സമയങ്ങളിൽ അല്ലാഹു തആല മാനവകുലത്തിന് ബോധനം നൽകുന്നതിന് അവൻ്റെ ദൂതനെ, ലൈക്വൈസ് എവരി ടൈം അല്ലാഹ് ഷാൽ സെൻഡ് ഹിസ് മെസ്സഞ്ചർ, അല്ലാഹു തആല അവൻ്റെ ദൂതനെ നിയോഗിക്കുന്നതാണ്. ഹിസ് ചോസൻ വൺ, അവൻ്റെ തിരഞ്ഞെടുത്ത ദാസന്. ദർ വിൽ ഓൾവേസ് ബി ദീസ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. ഈ ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും ഉണ്ടാകും. ദർ വിൽ ആൾവേസ് ബി ദീസ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഹു വിൽ ട്രൈ ടു ഹിൻഡർ പീപ്പിൾ ഫ്രം ആക്സെപ്റ്റിംഗ് ദ മെസ്സേജ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ സന്ദേശത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുന്ന ആളുകൾ എല്ലാ കാലത്തും എപ്പോഴും ഉണ്ടായിരിക്കും. ത്രൂ ഹിസ് എൻവോയ്, അള്ളാഹുവിൻ്റെ ദൂതനിലൂടെ അള്ളാഹുവിൻ്റെ മെസ്സേജ് ലോകത്തിലെ ജനങ്ങൾക്ക് നൽകുമ്പോൾ അതിന് തടയിടുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാകും. ഒബേയിങ് ദം ഓർ ലിസണിങ് ടു ദെയർ ടാങ്കിൾഡ് എക്സ്പ്ലനേഷൻസ്. ഇനി അവരെ അനുസരിക്കുകയോ ഓർ ലിസണിങ് ടു ദെയർ ടാങ്കിൾഡ് എക്സ്പ്ലനേഷൻസ്, അല്ലെങ്കിൽ അവരുടെ ഈ കൂടിക്കലർന്ന വിശദീകരണങ്ങൾ ആൻഡ് റൂസ് ക്യാൻ കാസ് ദ ഡൗൺഫാൾ ഓഫ് ദ ബിലീവേഴ്സ്. അവരുടെ കൗശലങ്ങൾ, അവരുടെ ഉപായങ്ങൾ വിശ്വാസികളുടെ അധപ്പതനത്തിന് വഴിതെളിക്കും. ഇസ്ലാം ഒരു ജീവിത പദ്ധതിയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിന് അതിൻ്റേതായ ഒരു വഴിയുണ്ട്. അത് മറ്റുള്ളതുമായിട്ടുള്ള ഒരു മിക്സിങ് അതിനകത്തില്ല. കലർപ്പില്ലാത്ത ഒരു വഴി.
അതിൻ്റെ തനതായ ഒരു വഴി ഇസ്ലാമിന് ഉണ്ട്. ആ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഓണമൊക്കെ വരുമ്പം ഒരുപാട് ആഘോഷങ്ങളും ഒരുപാട് കാര്യങ്ങളുമൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് അനാചാരങ്ങളും ആഡംബരങ്ങളും ദൈവീകതയെ വിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നടമാടുന്നത് കാണും. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഒരു ദൈവഭക്ത സ്വീകരിക്കേണ്ട വഴികൾ തീർച്ചയായിട്ടും അവർ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമാണ്. അതായത് ഖലീഫത്തുൽ ഒബേയിങ് ദം, അവരെ അനുസരിക്കുന്നതിലൂടെ, ഓർ ലിസണിങ് ടു ദെയർ ടാങ്കിൾഡ് എക്സ്പ്ലനേഷൻസ്, അവർ കൗശലപൂർവം അവർ നടത്തുന്ന ഉപായങ്ങൾ. ആൻഡ് റൂസ് ക്യാൻ കോസ് ദ ഡൗൺഫാൾ ഓഫ് ദ ബിലീവേഴ്സ്, അവരുടെ ഈ പ്രവർത്തനങ്ങൾ വിശ്വാസികളുടെ അധപ്പതനത്തിലേക്ക് വഴിതിരിക്കുന്നതായിരിക്കും. നമ്മൾ പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രീതി, നാം ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രീതി, നാം സന്ദർശിക്കുന്ന ഒരാളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രീതി, സമസ്തവും അള്ളാഹുവിൽ നിന്നുള്ള പ്രീതി കരസ്ഥമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ടതാണ്. ദിസ് ഡൗൺഫാൾ ക്യാൻ കം ബിക്കോസ് ഓഫ് ഡൗട്ട്സ്. ഈ അധപ്പതനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് സംശയങ്ങൾ ഉണ്ടാകും. അതിനിപ്പോൾ പോയെന്ന് വിചാരിച്ചെന്തുവാ? സസ്പിഷൻസ്, അവിശ്വാസങ്ങൾ ഉണ്ടാകും. അബൌട്ട് ദ ക്യാരക്ടർ ആൻഡ് ഡൂയിങ്സ് ഓഫ് ദ പ്രോഫറ്റ് ഓർ മെസ്സഞ്ചർ ഓഫ് ഗോഡ്. ഈ ദൈവദൂതൻ ചെയ്യുന്ന ഈ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലും ദൈവദൂതൻ എന്ന നിലയിലും അബൌട്ട് ദ റിവലേഷൻസ് റിസീവ്ഡ് ഫ്രം ദ അൺസീൻ, നമുക്കൊരിക്കലും കാണാൻ കഴിയാത്ത അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഈ വെളിപാടുകൾ, ഇത് സംബന്ധിച്ചെല്ലാം പല രീതിയിലുള്ള സംശയങ്ങൾ അവരിടും. ആൾ ഇൻ ആൾ ദ ഡ്യൂട്ടി ഓഫ് ദ ബിലീവേഴ്സ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഈ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ദ ഡ്യൂട്ടി ഓഫ് ദ ഡിസ്ബിലീവേഴ്സ്, ഈ അവിശ്വാസികളുടെ ഉത്തരവാദിത്വം, ആൻഡ് ഹിപ്പോക്രൈറ്റ്സ്, കപടവിശ്വാസികളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈസ് ടു മേക്ക് ദ ബിലീവേഴ്സ് അബാൻഡൺ, വിശ്വാസികളെ ഇതിൽ നിന്നും മാറ്റി നിർത്തുക, അവൻ്റെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും അവനെ അകറ്റുക. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിശ്വാസികളും കപടവിശ്വാസികളും സമൂഹത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അബാൻഡൻ ദ പ്രോഫറ്റ് ഓഫ് അല്ലാ ആൻഡ് ദ ഡിവൈൻ മെസ്സേജസ്, അള്ളാഹുവിൻ്റെ ദൂതനെയും ദൈവിക സന്ദേശങ്ങളെയും, കമ്മിങ് ഫ്രം ദ ഹെവൻസ്, സ്വർഗങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ സവിധത്തിൽ നിന്ന് എത്തിച്ചേരുന്ന ഈ സന്ദേശങ്ങളെ, സോ ദാറ്റ് ദ മാൻ ഓഫ് ഗോഡ് ഈസ് ലെഫ്റ്റ് അലോൺ. അങ്ങനെ വരുമ്പോൾ അവസാനം ഈ ദൈവിക മനുഷ്യൻ മാത്രം ഒറ്റയ്ക്കാവും, കൂടെ നോക്കുമ്പോൾ ആരും കാണത്തില്ല. അത് ഒരു നമസ്കാരത്തിൽ കച്ചവട സംഘം വന്നു കഴിഞ്ഞപ്പോൾ നബിയുടെ കൂടെ പള്ളിയിലിരുന്ന് ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഇറങ്ങിപ്പോയി. പിന്നെ അതിന് പ്രത്യേകമായ വചനങ്ങളൊക്കെ ഇറങ്ങി. വിത്തൗട്ട് എനി സപ്പോർട്ട്, ഒരു പിന്താങ്ങലുമില്ലാത്ത നിലയിൽ അവരെ തള്ളിക്കളയും, മാറ്റി നിർത്തും. ബട്ട് ലിറ്റിൽ ഡു ദേ നോ, ഫോർ അല്ലാഹ് ഷാൽ ആൾവേസ് ബി വിത്ത് ഹിസ് ചോസൺ വൺ. അവർക്ക് അല്പം മാത്രമേ അറിയാവൂ, അതായത് അല്ലാഹു തആല എപ്പോഴും അവൻ തിരഞ്ഞെടുത്തവൻ്റെ കൂടെയുണ്ട്. ആൻഡ് റീഇൻഫോഴ്സ് ഹിം, അവൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും വിത്ത് ഹിസ് സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ്. അല്ലാഹു തആല അവൻ നിശ്ചയിച്ച ആളിനെ സപ്പോർട്ട് ചെയ്യുകയും പിന്താങ്ങുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇത് സത്യനിഷേധികൾക്കും കപടവിശ്വാസികൾക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അപ്പോൾ സത്യവിശ്വാസികൾ എന്ന് പറയുന്ന നമ്മൾ സത്യവിശ്വാസം കൈക്കൊണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ രംഗങ്ങളിലും
സത്യവിശ്വാസ പ്രഖ്യാപനം, ആ പ്രകടനം, ഷഹാദ നമ്മുടെ ഉള്ളിൽ സദാസമയവും തിളങ്ങി നിൽക്കേണ്ടതാണ്. തുടർന്നുള്ള വചനത്തിൽ 102-ാം വചനത്തിൽ സൂറ ആലു ഇമ്രാനിലും അല്ലാഹു തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം വകൈഫ തക്ഫുറൂന വഅൻതും തുത്ലാ അലൈക്കും ആയാതുല്ലാഹി വഫീകും റസൂലുഹു വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. വകൈഫ എങ്ങനെയാണ് തക്ഫുറൂന നിങ്ങൾക്ക് നിഷേധിക്കുവാൻ കഴിയുന്നത്, വഅൻതും തുത്ല നിങ്ങളാണെങ്കിലോ തുത്ല വായിച്ച് കേൾപ്പിക്കപ്പെടുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ, ആയാത്തുല്ലാഹി അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ ഉപദേശം, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മേൽ വായിച്ച് കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വഫീക്കും നിങ്ങളിൽ ഉണ്ട് താനും റസൂലുഹു അവൻ്റെ ദൂതനുമുണ്ട്. അവൻ്റെ ദൂതൻ നിങ്ങളിലുണ്ട്, അവൻ്റെ വചനങ്ങൾ നിങ്ങളുടെ മേൽ വായിച്ച് കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വകൈഫ തക്ഫുറൂന പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിത് നിഷേധിക്കാൻ കഴിയുന്നത്. വമൻ യഅ്തസിം ബില്ലാഹി ആരാണോ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നത്, വമൻ യഅ്തസിം ഗാഠമായി പിടിക്കുന്നത്, ബില്ലാഹി അള്ളാഹുവിനെ, ഫഖദ് ഹുദിയ അവൻ നേർമാർഗത്തിലാക്കപ്പെട്ടു, ഇലാ സിറാത്തിൻ മുസ്തഖീം അവൻ സന്മാർഗപാതയിലേക്ക് വഴി കാണിക്കപ്പെട്ടു എന്നാണ്. ആരെ പിടിച്ചാല ഒമൻ യഅ്തസിം ബില്ലാഹ് അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മൾ നേർമാർഗത്തിലേക്ക്. അള്ളാഹുവിനെ നമ്മൾ മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എവിടെയും എന്തും ചെയ്യാം. എന്താ, അള്ളാഹുവിനെ നമ്മൾ മുറുകെ പിടിച്ചിട്ടില്ല. അള്ളാഹു നമ്മൾ മുറുകെ പിടിച്ചാലോ അള്ളാഹു പറഞ്ഞതനുസരിച്ച് നമുക്ക് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ കൂടെ വിട്ടുപോകും. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇതിന് നൽകുന്ന വിശദീകരണം, ഹൗ കാൻ യു ഡിസ്ബിലീവ് നിങ്ങൾക്ക് എങ്ങനെയാണ് അവിശ്വസിക്കാൻ കഴിയുക. വെൻ ദ കമ്മ്യൂണിക്കേഷൻസ് ഓഫ് അല്ലാഹ് ആർ റിസൈറ്റഡ് ടു യു അത് അള്ളാഹുവിൻ്റെ ആ വചനങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ആൻഡ് ഹിസ് മെസ്സഞ്ചർ ഈസ് എമംഗ് യു ദൈവദൂതനാണെങ്കിൽ നിങ്ങളുടെ ഇടയിലുണ്ട് താനും. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ നിഷേധിക്കാൻ കഴിയുന്നത്. ആൻഡ് ഹൂ എവർ ഹോൾഡ്സ് ഫാസ്റ്റ് ടു അല്ലാഹ് ആരാണോ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നത്, ഷാൽ ഇൻഡീഡ് ബി ഗൈഡഡ് ടു ദ റൈറ്റ് പാത്ത് തീർച്ചയായിട്ടും അവരെ അള്ളാഹു നേർവഴിയിലൂടെ വഴി നടത്തുന്നതാണ്. അവിടെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹൂ എവർ ഹോൾഡ്സ് ഫാസ്റ്റ് ആരാണോ ടു അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നത്, അപ്പോൾ അവർ നേർവഴിയിലൂടെ ആയിരിക്കും. ആരൊക്കെ എപ്പോഴൊക്കെ മുറുകെ പിടി അങ്ങ് വിടുന്നു അപ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന വഴി എവിടെയും പോയി എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അസലത്ത് ഖലീഫത്തുള്ള പറയുന്ന വിശദീകരണം, ദ എബോ മെൻഷൻഡ് ക്വസ്റ്റ്യൻ ഈസ് എ റിച്ച് ക്വസ്റ്റ്യൻ. ഇവിടെ പറയപ്പെടുന്ന പരാമർശിതമായ ചോദ്യം അതൊരു മഹത്തായ നല്ല ഒരു ചോദ്യമാണ്. ഫുൾ ഓഫ് വെറിറ്റീസ് അത് മുഴുവൻ സത്യമായ വാസ്തവമായ കാര്യമാണ്. വിച്ച് അല്ലാഹ് വാണ്ട്സ് ടു കൺവേ ടു ദ ബിലീവേഴ്സ് അത് അല്ലാഹു തആല സത്യവിശ്വാസികളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താ ചോദ്യം, കൈഫ തക്ഫുറൂന നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിത് നിഷേധിക്കാൻ കഴിയുന്നത്. അപ്പോൾ റിസീവിങ് സയൻസ് ഈ അടയാളങ്ങളൊക്കെ ദൃഷ്ടാന്തങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ആൻഡ് ഡിവൈൻ മാനിഫെസ്റ്റേഷൻസ് ദൈവിക ദൃഷ്ടാന്തങ്ങൾ വന്ന് ലഭിച്ച ശേഷം എബൌട്ട് ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ് അള്ളാഹുവിൻ്റെ ദൂതൻ്റെ സത്യം തെളിയിക്കപ്പെട്ടതിന് ശേഷം ആൻഡ് ദ മെസ്സേജസ് ഹി റിസീവ്സ് ഫ്രം അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് വെളിപാടുകൾ ലഭിക്കുന്നു എന്നാണ്. ഈ എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ
ഒരു ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വഴി കാണിക്കാൻ പര്യാപ്തമായ ഈ സന്ദേശവുമായിട്ട് അവരുടെ മുമ്പാകെ നിൽക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ ചോദ്യത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ അതൊക്കെയാണ്. ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ഹിം, അവർ അദ്ദേഹത്തിനെ സ്വീകരിച്ച ശേഷം കൺഫേമിങ് ദെയർ ബിലീഫ് ഇൻ അള്ളാഹുവിലുള്ള വിശ്വാസം അവർ ഉറപ്പിക്കേണ്ടതാണ്. ആൻഡ് ഇൻ ഹിം, അദ്ദേഹത്തിലും. അപ്പോൾ അള്ളാഹുവിലും അദ്ദേഹത്തിലുമുള്ള വിശ്വാസം അവർ ഉറപ്പിക്കേണ്ട എല്ലാ സാഹചര്യങ്ങളുമാണ് അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ ഒരു തത്വം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ മുമ്പിൽ നിൽക്കുന്നതോ അവർ തന്നെ പേര് വെച്ച സത്യവാനായ ഒരു മനുഷ്യൻ. ദെൻ ഹൗ ക്യാൻ ദേ ഹാവ് ദ കറേജ് ടു ടേൺ ദെയർ ബാക്സ്? പിന്നെ അവരെങ്ങനെയാണ് ഇത് സ്വീകരിക്കാതെ മടങ്ങിപ്പോകുന്നത്, പിന്തിരിഞ്ഞു പോകുന്നത്? ടു ഓൾ ദീസ് ക്ലിയർ സൈൻസ്, ഈ വ്യക്തമായ എല്ലാ അടയാളങ്ങളും അവരുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ആൻഡ് ബ്ലെസ്സിങ്സ്, എല്ലാവിധ അനുഗ്രഹങ്ങളും വന്നിരിക്കുന്നു. വെൻ ദേ ആർ വെൽ അവെയർ ഓഫ് ദ ട്രൂത്ത്ഫുൾനെസ്, ഇതവർക്ക് നല്ലതുപോലെ ബോധ്യമുള്ള, ഈ സത്യത്തെക്കുറിച്ച് അവർക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട്. ആൻഡ് ഇമ്പോർട്ട് ഓഫ് ദ മെസ്സേജസ് റിസൈറ്റഡ് ടു ദം, അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ട സന്ദേശത്തിന് എൻ്റെ അർത്ഥം കൽപ്പിക്കേണ്ടത് അവരാണ്. അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെടുന്ന ആ സന്ദേശത്തിൻ്റെ അർത്ഥം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നവരാണ്. ഇതുപോലെ നമ്മളുടെ മേൽ വന്നിരിക്കുകയാണ്. ഇതിനൊക്കെ അർത്ഥം കൊടുക്കണോ വേണ്ടയോ, അതോ നമുക്ക് തോന്നുന്നത് പോലെ നമ്മളങ്ങ് സഞ്ചരിച്ചാൽ മതിയോ? ഈവൻ ദോ ദേ ഹാവ് ഹേർഡ് ദ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻസ്, അവർ ദൈവീക കൽപ്പനകൾ അവർ കേട്ടു എങ്കിലും, യെറ്റ് സം ഓഫ് ദം ആർ റെഡി ടു ഫോർസേക്ക്, അവരിൽ ചിലർ അത് കൈയൊഴിയാൻ തയ്യാറായി നിൽക്കുക. അവർക്ക് തോന്നുന്നത് എന്താണോ അതുപോലെ ചെയ്തുകൊണ്ട് അതിനെ യെറ്റ് സം ഓഫ് ദം ആർ റെഡി ടു ഫോർസേക്ക്, അവർ കുറേ ആളുകൾ അത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആൾ ദാറ്റ് ഫോർ ദ വെയിൻ ഡിസൈർസ് ഓഫ് ദിസ് ടെമ്പറൽ വേൾഡ്, ഇതെല്ലാം എന്താ? ഈ താൽക്കാലിക ലോകത്തിലെ ഇച്ഛകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും കൈയൊഴിയുന്നത് ഈ താൽക്കാലിക ലോകത്തിലെ ചില ഇച്ഛകൾ പൂർത്തീകരിക്കണം. അതിനു വേണ്ടിയാണ് അള്ളാഹയെയും കൈവിട്ട് റസൂലുള്ളാഹിയെയും കൈവിട്ട് അവർ പിന്മാറിപ്പോകുന്നത്. റെഡി ടു കോംപ്ലി വിത്ത് ദ ഫാൾസ്ഹുഡ്, അവർ റെഡി ടു കോംപ്ലി, അവർ അംഗീകരിക്കുവാൻ തയ്യാറാണ്. റെഡി ടു കോംപ്ലി, അവർ തയ്യാറായിരിക്കുക, എന്താ അംഗീകരിക്കാൻ. വിത്ത് ദ ഫാൾസ്ഹുഡ്, ഈ തെറ്റായ കാര്യങ്ങളുടെ കൂടെ ഇതും കൂടെ ചേർത്ത് വയ്ക്കുക. ഓഫ് ദ ഇൻഫിഡൽസ് ആൻഡ് ഹിപ്പോക്രൈറ്റ്സ്, ഈ സത്യനിഷേധികളും ഈ കപട വിശ്വാസികളും അസത്യത്തെ മിക്സ് ചെയ്യുന്ന പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നവരുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അവർ തയ്യാറായിരിക്കുക. റെഡി ടു കോംപ്ലി വിത്ത് ദ ഫാൾസ്ഹുഡ് ഓഫ് ദ ഇൻഫിഡൽസ് ആൻഡ് ഹിപ്പോക്രൈറ്റ്സ് ഹു ആർ തേഴ്സ്റ്റി ടു ഫൈൻഡ് ദ ബിലീവേഴ്സ് റിനൗൺസ് ദെയർ ഫെയ്ത്ത്, വിശ്വാസികൾ അവരുടെ വിശ്വാസത്തെ പരിത്യജിച്ചു എന്ന് കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് ലോകം അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ ഇവിടെ ഉണ്ട് എന്ന് 10-25 വർഷമായിട്ട് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ അത്ഭുതമാണ്. അത് സത്യമാണ്. വിട്ട ആളും സത്യവാനാണ്. സ്വീകരിച്ച നമ്മളോ, നമ്മൾ ഏത് പട്ടികയിൽ, വിശ്വാസ പട്ടികയിലാണോ, അവിശ്വാസ പട്ടികയിലാണോ, കപട വിശ്വാസ പട്ടികയിലാണോ? അത് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കേണ്ടത് ആണ്. റിനൗൺസ് ദെയർ ഫെയ്ത്ത് ഇൻ ഇസ്ലാം ആൻഡ് ഇൻ ദ ചോസൻ പ്രോഫറ്റ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ഈ ദൈവിക ദൂതനെയും കൈയൊഴിഞ്ഞ് ഇസ്ലാമിനെയും കൈയൊഴിഞ്ഞ് അവർ കാണിക്കുന്ന ഈ കൂത്തരങ്ങിലൂടെ
നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അതിനിപ്പോൾ എന്തുവാ എന്നും ഉള്ള ഒരു ചോദ്യമായിരിക്കും സിമ്പിളായിട്ട് ചോദിക്കപ്പെടുന്നത്. ബട്ട് വാട്ട് ഈസ് ടു ബി സ്പെസിഫൈഡ്, ഇവിടെ എന്താണ് പ്രത്യേകമായി പറയപ്പെടേണ്ടത്? ഹിയർ ഈസ് ദാറ്റ് ബിലീഫ് ഈസ് വൺ തിങ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ആൻഡ് സ്റ്റാൻഡിങ് ഫേം ടു ദെയർ ബിലീഫ്, ഇനി ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഈസ് അനദർ തിങ്, അത് മറ്റൊരു കാര്യമാണ്. നമ്മളൊക്കെ 1ാം ക്ലാസ്സിലേക്കാണ്. എന്താണ്? നമ്മളൊക്കെ വിശ്വസിച്ച് വിശ്വാസികളാണ്, അതൊരു കാര്യം. ഓക്കെ. ആൻഡ് സ്റ്റാൻഡിങ് ഫേം, എന്നിട്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അത് അപ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമസ്ത ജീവിത പദ്ധതികളിലും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മുൻഗണന കൊടുക്കുക. അതല്ലാത്തുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെങ്കിൽ ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടോണം. വെൻ വൺ ഹാസ് ബിഗൺ ടു ബിലീവ്, ഒരാൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, then he must do his utmost to stay firm in the new found belief. ഒരാൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അവൻ കണ്ടെത്തിയ ആ വിശ്വാസത്തിൽ അങ്ങേയറ്റം ഫേം ഇൻ ഹിസ് ന്യൂ ഫൗണ്ട് ബിലീഫ്, അദ്ദേഹം കണ്ടെത്തിയ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കേണ്ടതാണ്. എസ്പെഷ്യലി ബിലീഫ് ഇൻ ഓൺ ഗോഡ്, വിശിഷ്യ ഏകദൈവത്തിലുള്ള വിശ്വാസം. ആൻഡ് ബിലീഫ് ഇൻ ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ്, ദൈവദൂതനിലുള്ള വിശ്വാസം. വിത്തൗട്ട് ഫേംനെസ്, ആ ദൃഢതയില്ലാതെ, ആ ഉറപ്പില്ലാതെ ഇൻ ഓൺസ് ബിലീഫ്, ഒരാളിൻ്റെ വിശ്വാസം, ദ സെറ്റ് ബിലീഫ് ക്യാൻ ഈസിലി ബി ലോസ്റ്റ്. അങ്ങനെ ഒരു ദൃഢമായ വിശ്വാസം അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും ഇല്ല എങ്കിൽ ഈ വിശ്വസിച്ചു എന്ന് പറയുന്ന വിശ്വാസം എന്ത് ചെയ്യുക? ഈസിലി ബി ലോസ്റ്റ്, നിസ്സാരമായിട്ട് അത് നഷ്ടപ്പെട്ടു പോകും. വിത്ത് ദ കോൺസ്റ്റൻറ്റ് ഈവിൾ വിസ്പേഴ്സ്, എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? വിത്ത് ദ കോൺസ്റ്റൻറ്റ് ഈവിൾ വിസ്പേഴ്സ്, ഈ ദുർബോധനം ചെയ്യുന്ന ആളുകൾക്ക് വിസ്പേഴ്സ് എന്ന് പറയും, ദുർബോധനം ചെയ്യുക. ഓഫ് ദ എനിമീസ് ഓഫ് ദ ട്രൂ ഫെയ്ത്ത്, യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ശത്രുക്കളുടെ കുശുകുശുപ്പ് മന്ത്രങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ശത്രുക്കളുടെ യഥാർത്ഥമായ തെറ്റായ വഴികളിലൂടെ അവരുമായിട്ട് നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇറ്റ് ക്യാൻ ബി ഈസിലി ലോസ്റ്റ്. ഈ വിശ്വാസം അങ്ങ് പോയിക്കോളും, മറ്റവർ ഇത് തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. വിശ്വാസ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുമായി ബന്ധിതമാണ്. ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അള്ളാഹിൻ്റെ മുമ്പിൽ. അള്ളാഹ്ക്ക് എന്താണോ ഇഷ്ടം അത് പറയും, അത് ചെയ്യും. അതല്ലാത്തത് ആണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകും. അവൻ ഒരു വഴി, ഒരു റൂട്ട് അവൻ തിരഞ്ഞെടുത്തത്. ആ വഴിയിലൂടെ നമുക്ക് വഴി നടത്താൻ അല്ലാഹു തആല അനുഗ്രഹിച്ച് ഒരാളെ ഈ കാലഘട്ടത്തിൽ അയച്ചിരിക്കുന്നു. നമ്മൾ അത് വിശ്വസിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. പക്ഷേ ആ വിശ്വാസം നമ്മൾ പൂർണ്ണമായിട്ടും ഉറപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് അത് തങ്ങളുടെ പ്രവൃത്തി പദത്തിൽ, ജീവിതത്തിൽ, ഡേ ആൻഡ് നൈറ്റിൽ നമ്മൾ അത് കാണിക്കുവാൻ ബാധ്യസ്ഥരാണ്. എങ്കിൽ മാത്രമേ ഈ ദീൻ നമുക്ക് ഭൂമുഖത്ത് സ്ഥാപിക്കുവാൻ, നടപ്പിൽ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്തിനേറെ നമ്മളിൽ തന്നെ, നമ്മുടെ ഭാര്യയും മക്കളിലും തന്നെ അത് ഫേമായിട്ട് ഉറപ്പിച്ച് നിലനിർത്തണമെങ്കിൽ ഈ അടിസ്ഥാന തത്വം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങൾ അടുത്ത പുതിയ വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹി ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.